ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ എ ഡേ ഇൻ അവർ ലൈഫ്, എ സ്പെഷ്യൽ ഡേ ഇൻ അവർ ലൈഫ് കാണിക്കാൻ പോവാണ്. ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഞങ്ങൾ കറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടി നടക്കാനുണ്ടോ. ഭയങ്കര പോഷ് ഏരിയ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും പോഷ് ഏരിയ ആയിട്ടുള്ള യു കെയിലെ സ്ഥലം കാണുന്നത് കേട്ടോ. അടിപൊളി വീടുകൾ, ഒന്നും പറയാനില്ല. വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ഫോറസ്റ്റ് ലുക്കായിരുന്നു. ഒരു കാട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. പൈൻ കാടുകളുടെ ഇത്രത്തോളം പൈൻ കാടുകൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലാണ്ട് ഇത് ഭയങ്കര ഭംഗിയായിരുന്നു. ആ പൈൻ കാടിൻ്റെ ഇടയിലൂടെ കറക്റ്റ് സൂര്യൻ ഇങ്ങനെ വരുന്ന നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒരു 2-3 മണിക്കൂറെങ്കിലും, ഐ തിങ്ക് മോർ ദാൻ 3 hours, ഒരു 5 hours എങ്കിലും ഞങ്ങൾ കാട്ടുകളിലൂടെ നടന്നു. എന്നിട്ടും തീർന്നിട്ടില്ല, ഒത്തിരി ഉണ്ട്. നമുക്ക് ഒരു 6-7 hours വോക്കിനുള്ള സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. ഞങ്ങളങ്ങനെ എല്ലാം ഒന്നും വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം അത്രയ്ക്കും കാണാനുണ്ടായിരുന്നു. ഒത്തിരി കിളികളെ കണ്ടു. ബ്രൗൺ അണ്ണാനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്രൗൺ അണ്ണാനെ കണ്ടിട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. നല്ല ചെവിയൊക്കെ ആയി നല്ല ഡോളിനെ പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കയറിയപ്പോൾ തന്നെയാണ് കണ്ടത്. അതിൻ്റെ സ്പോട്ടുകളൊക്കെ ഉണ്ടെന്നാണ്. ഡിഫറെൻറ്റ് മഷ്റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കളർഫുൾ മഷ്റൂംസ്, ഒത്തിരി ഡിഫറെൻറ്റ് കിളികളുണ്ടായിരുന്നു. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ടു. ദിവനും അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. ഈ പക്ഷിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് പറന്നു പോകുമ്പോൾ താഴേന്ന് നോക്കാൻ നല്ല ഭംഗിയാണ്. ആ വൈറ്റും ബ്ലാക്കും കൂടെ ഭയങ്കര ഭംഗിയായിട്ടാണ്. പുള്ളി സുന്ദരനാണ്, അടിപൊളിയാണ്. പുള്ളീനെ കണ്ടു. ഇത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാക്കി ഇരിക്കുമ്പോൾ ഇങ്ങനെ പോകാവുന്ന ദൂരമുള്ളൂ. അങ്ങനെ ഭയങ്കര വലിയ ദൂരത്തൊന്നുമല്ല. വെറും 1 hour ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ നല്ല നല്ല യാത്രകൾ പോവുക. പിന്നെ നല്ല സൂര്യനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. തണുപ്പുണ്ടായിരുന്നു, പക്ഷേ സൂര്യനുണ്ടായിരുന്നു. ഭയങ്കര കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര ആസ്വദിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അത്ര ഭയങ്കര കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും അടിപൊളി ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. സൂര്യനെ കാണാൻ പറ്റി, ചന്ദ്രനെയും കാണാൻ പറ്റി. എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി ആയിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഭാഗങ്ങൾ ഫുൾ മണലുകളായിരുന്നു കേട്ടോ. മണലായിരുന്നു. നമ്മൾ നടക്കുന്ന പൈൻകാടിൻ്റെ ഇടയ്ക്കൊക്കെ മണൽ കാണാമായിരുന്നു. മേ ബി അത് പണ്ട് കടലായിരുന്നായിരിക്കാം കേട്ടോ. കടലിൻ്റെ ഏരിയാസ്, കടലിറങ്ങിപ്പോയതിൻ്റേതായിട്ടുള്ളത്. പിന്നെ നല്ല രസമായിരുന്നു. മണലിൽ കൂടെ നടക്കാനുള്ളൊരു ഭംഗിയുണ്ടല്ലോ. മണലിൽ കൂടെ നടക്കുകയും ചെയ്യാം, എന്നാൽ കാടാണ് താനും. അങ്ങനത്തെ കൂടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള പുല്ലുകളുണ്ടായിരുന്നു. നല്ല ബ്രഷ് പോലെ ഇങ്ങനെ ആക്കി വെച്ച പുല്ല്. അതിൽ സൂര്യനിൽ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൂര്യനുള്ള ആ മേഘം കൂടി ഉള്ളതുകൊണ്ട് സൂര്യനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ചന്ദ്രനെ സൂര്യനെയും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടിയില്ലെങ്കിലും ഒറ്റ ക്യാമറ റോളിൽ കിട്ടിയായിരുന്നു. പിന്നെന്താണ്, നല്ല മണലാണ്, നല്ല തരിതരിയായിട്ടുള്ള മണലാണ്. പിന്നെ കുറേ കക്കയൊക്കെ പറക്കാൻ പറ്റി കേട്ടോ. പിന്നെ കക്ക ഇങ്ങനെ എടുത്തിട്ടൊന്നും വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്തായാലും കക്ക ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് കടലിച്ചിരി അകത്തോട്ട് വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈ ടൈഡ് ലോ ടൈഡിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഞങ്ങളങ്ങോട്ട് ഇറങ്ങി. ഫുള്ളായിട്ട് അകത്തോട്ട് പോയില്ല. അധികം ഓൾറെഡി ആൾക്കാർ കുറവുള്ളൊരു ബീച്ചായിരുന്നു. പിന്നെ അധികം ആൾക്കാരൊന്നും ഇറങ്ങാത്തതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ഇറങ്ങിയില്ല. പിന്നെ ഇതേ കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സൂര്യനിങ്ങനെ നിൽക്കണം, ഇങ്ങനെ കാണാനായിട്ട് ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ഫോട്ടോസൊന്നും എടുത്തുന്നില്ല, ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത്രയും നേരം നിൽക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമായിരുന്നു എന്ന് വിചാരിച്ചില്ല. കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ കക്ക ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കണം, ഒച്ചയൊക്കെ കേട്ട് ഇടയ്ക്ക് ചവിട്ടി പൊട്ടിച്ചൊക്കെ നടക്കായിരുന്നു. കണ്ടില്ലേ, ഫുള്ളായിട്ട് ആൾക്കാർ ഭയങ്കര കുറവാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. ഇനി എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ കിട്ടുമോ നോക്കാം അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കുറച്ചധികം ഫോട്ടോസൊന്നും എടുത്തൊന്നുമില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നൈസായിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാൻ എടുത്തു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. എവിടെ നോക്കിയാലും ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. നല്ല പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലുക്കില്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു മലയാളി കടയിൽ പോയി അടിപൊളി ഫുഡ് കഴിച്ചു. അപ്പം, ചിക്കൻ സ്റ്റൂ ആൻഡ് ഫിഷ് മോളി. പിന്നെ ഒരു ഫിലിമും കൂടെ കണ്ട്.
ഡേ അങ്ങ് ഞങ്ങൾ അവസാനിപ്പിച്ച് വന്ന് കിടന്നുറങ്ങി ഗൈസ്.